ഒരു പെർഫ്യൂമിൻ്റെ മണമല്ലേ നമ്മുടെ ബീഡോലിനൊക്കെ. പക്ഷേ ഇത് കേട്ട നാട്ടം തന്നെ കേട്ടോ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഞാൻ അനന്തപുർ ജില്ലാൽ. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഞാനൊരു ഡെർമ റോളറും പിന്നെ ഒരു വൈറ്റമിൻ സി സെറവും ഞാൻ വാങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വൈറ്റമിൻ സിയെ പറ്റിയാണ്. അപ്പോൾ ഞാനതിപ്പോൾ ഒരാഴ്ച കൊണ്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയ്യോ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കൂട്ടർ ഈ വീഡിയോ കണ്ടോ, അതറിയാമല്ലോ. അതായത് ഈ ബ്യൂട്ടി ആഡ് നമ്മളെന്താണ് ഇങ്ങനെ ടൈപ്പുകൾ ഒന്നും ഉപയോഗിക്കാത്തവരും അതൊന്നും താല്പര്യമില്ലാത്ത ആരും ഇത് കാണണ്ട. പിന്നെ സമയമില്ലാത്തവർ നിങ്ങൾ പിന്നെ കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെയാണ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വൈറ്റമിൻ സി. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 500 സംതിങ് ഉണ്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിലും കാര്യങ്ങളും. നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇത് പേപ്പറാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഒട്ടിക്കട്ടെ. ഇതാണ് സാധനം, കണ്ടില്ലേ? ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇത് ഗ്ലാസ് ആണ്, അതുമല്ല ഇത് ഡാർക്ക് കളർ ഗ്ലാസ് ആണ്. മാത്രമല്ല ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ല, അതായത് മിനറൽ ഓയിൽ എന്താണെന്ന്, നമ്മുടെ ഫേക്ക് ബീഡ് ഓയിൽസിൻ്റെ. അപ്പോൾ ഇതിൽ കണ്ട, ഇതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മിനറൽ ഓയിൽ ഇല്ല എന്ന്. നിങ്ങളവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? നോ മിനറൽ ഓയിൽ. അപ്പോൾ ഈ സാധനം വേറെ ഇത് ഫേക്കൊന്നുമല്ല, നല്ല പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ വൈറ്റമിൻ സി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വൈറ്റമിൻ സി എന്ന് പറയുന്ന സാധനം ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്ന് ചോദിക്കും. ഒരു എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്ന്. അതായത് നമ്മുടെ ബോഡി മെറ്റബോളിസം കാരണം ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന സാധനം നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ഫ്രീ റാഡിക്കൽസ് കാരണം നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഏജിങ് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കാനും. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞ ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്. ഞാൻ കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. പിന്നെ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നമുക്ക് നോർമലി ഒരു കളർ കാണും, നല്ലൊരു സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഈ വെയിലത്തിറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ കുറേ സംഭവം നമ്മുടെ സ്കിന്ന് ഡാർക്കായി പോകും. അപ്പോൾ അതാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും കറുത്ത ഇത് ഡാർക്ക് സർക്കിൾ വരുന്നത്, പിന്നെ നമുക്ക് കുറേ ഏരിയകളിൽ മാത്രമേ കറുത്ത സ്പോട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഗ്ലാസ് ഊരി മാറ്റാം. ചുമ്മാ ഒരു ഷോ അടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പക്ഷേ ഈ റിഫ്ലക്ഷൻ അടിക്കുന്നത് കൊണ്ട് ഇത് അധികം നേരം വെക്കുന്നത് അത്ര സേഫായിട്ട് നല്ലതെന്ന് തോന്നുന്നു. മാത്രമല്ല നിങ്ങൾ മിക്കവാറും കമൻറ്റ് ചെയ്ത് പറയും, ബ്രോ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ ഗ്ലാസ് എന്തിനാണ് വയ്ക്കുന്നത് നിങ്ങൾ ചോദിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറും ഷോ ഓഫ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് മാറ്റണം, വേണ്ട. അപ്പോൾ ഇതാണ് വൈറ്റമിൻ സിനുള്ള പ്രധാനമായിട്ട് 2 ഉപയോഗങ്ങൾ. അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും പിന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻ സി കൊണ്ട് ഉപയോഗിക്കുന്നതിനുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് അതായത് ഏജിങ് പ്രോബ്ലം എല്ലാം നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. അധികം ഏജ് ആകാതെ നമുക്ക് തോന്നത്തില്ല, നമ്മുടെ സ്കിന്നെല്ലാം നല്ല സെറ്റായിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടുകൾ, പിന്നെ നമുക്ക് ഈ സൺബേൺ, അതായത് ഈ UV ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സ്കിന്നങ്ങനെ ചില ആൾക്കാരാണ് അധികം നേരം കുറച്ച് നാളൊക്കെ വെയിലത്ത്, അതായത് സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി പോകും. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നെല്ലാം നമുക്ക് നല്ല ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ വൈറ്റമിൻ സി. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ, പിന്നെ നമ്മുടെ ഈ കൊളാജിൻ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അത് ഏത് ലെവലിലാണോ, അതായത് ഇതിന് വേണ്ട ഒരു ലെവലുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ട മെലാനിൻ്റെ അളവും, അതായത് മാത്രമല്ല ഈ കൊളാജിൻ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യും ഈ വൈറ്റമിൻ സി. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ സി ഉള്ള ഉപയോഗങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇത് അപ്ലൈ ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ കുറേ ആൾക്കാർക്ക് നീ ഇപ്പോൾ ഇത് മാത്രം തന്നെ ഉപയോഗിച്ചാൽ മതിയോ, എന്തെങ്കിലും നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ സ്കിൻ ടോൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കുറച്ച് പേര് ചോദിക്കും. അപ്പോൾ അവർക്കായിട്ടുള്ള ടിപ്പാണ് ഇത്. നന്നായിട്ട് ഉറങ്ങുക, ഒരു 6 to 8 മണിക്കൂർ വരെ നന്നായിട്ട് ഉറങ്ങുക. നിങ്ങൾ ലേറ്റ് നൈറ്റ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും, നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് വരും. അതായത് അതത്ര നല്ല ശീലമല്ല. അപ്പം നന്നായിട്ടൊരു 6 to 8 മണിക്കൂർ ഉറങ്ങുക. ഓക്കെ, പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എപ്പോഴെല്ലാം വെള്ളം കുടിക്കാൻ തോന്നുന്നു അപ്പോഴെല്ലാം വെള്ളം കുടിക്കുക.
നമുക്ക് അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ സൺലൈറ്റ്, അതായത് നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ സൺലൈറ്റൊക്കെ ഡയറക്റ്റ് കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക ഈ വെയിലത്ത് പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഒരു വലിയ സീനൊന്നും ഇല്ലാണ്ടിരിക്കും. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മസാജ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഹണി വെച്ച് നമുക്ക് നന്നായിട്ട് ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യുക, അത് വാഷ് ചെയ്യുക. പിന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ഈ റോസ് വാട്ടർ വെച്ചിട്ട് നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ റോസ് വാട്ടർ നമുക്കിങ്ങനെ പഞ്ഞിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ പെൺപിള്ളേരല്ലേ ചെയ്യുന്നതെന്ന്. പെൺപിള്ളേർക്ക് മാത്രം മതിയോ ഗ്ലാമർ, നമുക്ക് ചെക്കന്മാർക്ക് വേണ്ടേ? അതാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 പോയിൻ്റാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, പിന്നെ സ്റ്റീം. അതായത് നമ്മുടെ ആഴ്ചയിൽ 2 തവണയും നമ്മൾ വെറുതെ നമ്മൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. അത് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ പോയി നമ്മുടെ ഈ ഫോളിക്യൂൾസും പിന്നെ നമ്മുടെ ഈ സ്കിന്നിൻ്റെ സെല്ലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ ഇതൊക്കെ ഓപ്പൺ ആവും. എന്താണ് ഓപ്പൺ ആവുന്നത് അതെനിക്കറിയില്ല. എന്തൊക്കെയൊക്കെ ഓപ്പൺ ആയി നല്ല സെറ്റാവും നമ്മൾ ഈ സ്റ്റീം ചെയ്ത ആവി പിടിച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കി വയ്ക്കാൻ നമുക്ക് വൈറ്റമിൻ സി കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബിയർഡ്ഹുഡ് എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൊമോഷൻ നല്ല കേട്ടോ, ഇനി അങ്ങനെ പറയരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഇൻഗ്രീഡിയൻ്റ് ഉള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ വാങ്ങാവുള്ളൂ. ഇത് എഴുതിയിരിക്കുന്നു ഇൻഗ്രീഡിയൻറ്റ്, ഇവിടെ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. നമ്മൾ ബീഡോയിലൊക്കെ നല്ല എന്താണ് ഒരു പെർഫ്യൂമിൻ്റെ മണമല്ലേ നമ്മുടെ ബീഡോയിലിനൊക്കെ. പക്ഷേ ഇത് കെട്ട നാട്ടം തന്നെ കേട്ടാ, അതിന് കുഴപ്പമില്ല. ഇത് നമുക്ക് താണ്ടെ ഇത്ര എടുത്താൽ മതി, ഒരു 5-6 തുള്ളി, അതായത് ഇത്രയും മതി ഏകദേശം. ഇത് എടുത്തതിന് ശേഷം ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ നെറ്റിയിലൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് ഡോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. താടിയിലും മീശയിലും തേക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ തേക്കേണ്ട. അവിടെ നിങ്ങൾ ബീഡോയിലോ മിനോക്സിഡോ എന്തും തേച്ചോ, താടി മീശയിലില്ല. ഇത് മുഖത്ത് മാത്രമാണ് ഇത്രയും ഭാഗം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മൂക്കിൻ്റെ ഭാഗങ്ങളിലും നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ തേക്കാം. ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം പറ്റിക്കുക. പിന്നെ കഴുത്തിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ സ്കിന്നൊരു കളർ, കഴുത്ത് വേറൊരു കളറാവും. ബാക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. ആണ് കഴിഞ്ഞു. എന്നിട്ട് ഇത് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പറ്റിച്ചാൽ മാത്രം മതി. കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും ഓക്കെ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള എനിക്ക് തോന്നിയിട്ട് ഉപയോഗം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയിലായുള്ളൂ. എനിക്ക് ചെറിയ മാറ്റങ്ങൾ, അതായത് നമ്മുടെ സ്കിന്ന് ആ ഡ്രൈ ആവുന്ന മാറിയിട്ട് നല്ലൊരു സ്മൂത്ത് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത്യാവശ്യം ഒരു ബ്രൈറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ട് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം മിക്കാൻ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഡെർമാ റോളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു യൂസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത യൂസ് ഇന്നോ നാളെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അത് 2 യൂസ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെയും കൂടെ റിവ്യൂ പറയാം. അപ്പം ഞാൻ ഇതും കൂടെയാണ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകത, ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ വൈറ്റമിൻ സിക്ക്. നിങ്ങൾ പേടിക്കുന്ന സൈഡ് എഫക്റ്റ് ഒന്നും അല്ല കേട്ടോ. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ഇതിപ്പോൾ വാങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട് ഇത് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത പോലെ. എന്നിട്ട് നിങ്ങൾ ഒരു 24 അവർ വെയിറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മുഖത്ത് വേറെ ക്രീം ഒന്നും ഇടരുത്, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വേറെ ചൊറിച്ചിലോ അങ്ങനെ അല്ലെങ്കിൽ ബേണിങ് സെൻസേഷനോ അല്ലാണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. അത്രയേ ഉള്ളൂ. അല്ലാതെ വളരെ സീരിയസ് സൈഡ് എഫക്റ്റ് ഒന്നുമല്ല. ചില ആൾക്കാർ ചിലപ്പോൾ ചൊറിച്ചിൽ വരാം, ചിലപ്പോൾ ചെറിയ തടുപ്പ് പോലെ വരാം. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വൈറ്റമിൻ സിൻ്റെ അളവ് ഓവറായി മാത്രമേ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണമെന്നവർക്ക് പോയി വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടനടി ഒരു റിപ്ലൈ പ്രതീക്ഷിക്കരുത്. ഞാൻ കുറച്ച് ചിലപ്പോൾ തിരക്കിലായിരിക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറച്ച് ടൈം എടുത്ത് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന. ഞാൻ രാത്രിയായിരിക്കും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ചോദിക്കാം. മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. അതും കൂടെ കയറി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഡിസ്ലൈക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു പ്രശ്നമില്ല. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാണുമ്പോഴേക്കും ബൈ ബൈ.